വാശിയാണെങ്കിലേ എല്ലാവർക്കും വാശിയാണ്. തൽക്കാലം സംസാരിക്കാൻ എനിക്കിപ്പോ താല്പര്യമില്ല, അതുകൊണ്ട്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ. അമ്മേനെ ഞാൻ ഇഷ്ടമുള്ളപ്പോ ഞാൻ വിളിച്ചോളാം. എന്തോന്നത് എന്തോ വേണ്ട വേണ്ട നോക്കുമ്പോ ഞങ്ങളെ ഇടപെടുത്തിട്ട് നീ അടങ്ങോളാ? ഇടപെടുത്തിട്ട് ഇടങ്ങോളാ? നീ സിദ്ധുവിനോട് സംസാരിക്കൂലേ? അല്ല, നീ സിദ്ധുവിനോട് സംസാരിക്കൂലേ? സിദ്ധുവിനോട് സംസാരിക്കും, പക്ഷെ ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ താല്പര്യം ഇല്ലാത്തത്? അതെന്താ താല്പര്യം ഇല്ലാത്ത? ലച്ചു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് വഷളാക്കരുത്. കാരണം നിസ്സാര വാശികളാണ് വലിയ വിഷയത്തിൽ ചെന്ന് അവസാനിക്കുന്നത്. പറഞ്ഞില്ലെന്ന് വേണ്ട. വലിയ വിഷയത്തിൽ ചെന്ന് അവസാനിക്കുന്നത് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ ഞാൻ സിദ്ധുവിനെ വിളിച്ചപ്പോ സിദ്ധുവിന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ഓ, അപ്പൊ അതിന്റെ വാശിയാണ് നീ ഇപ്പൊ തീർക്കണത് അല്ലേ? അതിന്റെ വാശിയാണ് നീ ഇപ്പൊ തീർക്കണല്ലേ? അല്ല ചേച്ചി, ഇന്നലെ സിദ്ധുവിനെ എന്താ സംസാരിക്കുന്നത്? അല്ല, അതിന്റെ മുന്നിലും പിന്നിലും തക്കതായിട്ടുള്ള റീസൺ കാണുമല്ലോ. അതിന്റെ മുന്നിലും പിന്നിലും ഇഷ്ടംപോലെ റീസൺസ് ഉണ്ട്. അതൊക്കെ നിനക്ക് അറിയണോ? ഞങ്ങളുടെ കപ്പിൾസിന്റെ ഇടയിൽ പല പ്രശ്നം ഉണ്ടാവും. അതൊക്കെ നിനക്ക് അറിയണോടാ കേശവേ? അല്ല, എല്ലാം ഒന്നും അറിയണ്ട, കുറച്ചെന്തെങ്കിലും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ കാര്യത്തെ പറ്റി കുറച്ചെന്തെങ്കിലും പറഞ്ഞേ. ലച്ചുവേ, അവസാനം നാട്ടുകാർ പറയും കല്യാണം കഴിച്ച് വിട്ട പെണ്ണിനെ വീട്ടിൽ വിളിച്ച് നിർത്തിയിട്ട് അതും ഇതും പറഞ്ഞ് കുടുംബക്കാരായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ശത്രുത ഉണ്ടാക്കണം പറയും. അതായത് ഭർത്താവിനെ വീട്ടിൽ തെറ്റിക്കാൻ നോക്കണം പറയും. അല്ലെങ്കിലും നാട്ടുകാർ പലതും പറയും. അതൊക്കെ ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നു. നാട്ടുകാർ പറഞ്ഞാൽ കുഴപ്പമില്ല, കുടുംബക്കാരും പറയും. കുടുംബക്കാരാര്? എന്റെ കുഴിപ്പള്ള തമായമ്മ. അച്ഛ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ചേച്ചി, ഇത് എവിടുത്തെ ന്യായമാണ്? ചേച്ചിയൊക്കെ ഇവിടെ എന്ത് വേണേലും കാണിക്കാൻ നമ്മളാരും ചോദിക്കാൻ പാടില്ലേ? എവിടുത്തെ ന്യായം ഇത്? അതന്യായം. അതെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഒന്ന് പോയി തരുമോ? ഇച്ചിരി മനസ്സമാധാനം പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. അയ്യോ, കാലൊന്നും പിടിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ പോയിക്കോളാം. പിള്ളേരെ, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിപ്പോ. ദേവാലും, ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അത് നിങ്ങൾ ഇടപെട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നാ ഇപ്പൊ പറയണില്ല, അന്നേരം പറഞ്ഞോ. പിന്നെ എനിക്ക് നിന്റെയൊക്കെ കുടുംബാരി ഇടപെടല ജോലി. എനിക്ക് ഇഷ്ടംപോലെ ജോലി എടുക്കാൻ ഇവിടെ പണിയുണ്ട്. എന്ത് പണി? ചെറുക്കാം, നീ വലുതാന്ന് കേട്ടോ. അനാവശ്യം പറഞ്ഞോടാ. അനാവശ്യം? ഇതൊക്കെ എന്താ അനാവശ്യം? ശിവ, നമുക്ക് ഇങ്ങനെ കണ്ടവര് പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്ന കാര്യമില്ല. വാ പോവാ. ആടാ നിന്റെ കണ്ടവര്? ആടാ ലച്ചേച്ചിയുടെ കാര്യം കണ്ട അവിടെ. വാടേ, വെറുതെ മനുഷ്യന് സമയം കളയാൻ വേണ്ടിട്ട് മൈൻഡ് ചെയ്യണ്ട. ഇതങ്ങോട്ട് അങ്ങ് പോവാ. എനിക്കറിയാം, എന്റെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം. ആ സിദ്ധുവനെ, സോദന്നെ അല്ലേ വെറുതെ വിളിച്ചത്? ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലച്ചുമോളെ വിളിക്കാറുണ്ടാ? അയ്യോ, അതെന്ത് ആണാ? ഛേ, അവളെ സ്വഭാവം മോൻ അറിഞ്ഞൂടെ? ചുമ്മാ വെറുതെ ദേഷ്യം കാണിക്കുന്നേ ഉള്ളൂ. കാര്യം എന്ത്? അതവളെ പറയണ്ട. അതെ, ഇനി അങ്ങോട്ട് വിളിക്കണ്ട. ലച്ചുവിനെ അങ്ങോട്ട് വിളിക്കണ്ടെന്ന്. മക്കളൊന്ന് കടുപ്പിച്ചാൽ മതി. ലച്ചുവിൻ്റെ മുട്ടടിക്കും. അങ്ങനെ വിടാൻ പാടില്ലല്ലേ? പിന്നെ ഇതൊന്നും അച്ഛൻ ആണ് പറഞ്ഞത് പറയല്ലേ. അവിടുത്തെ പറഞ്ഞു കൊടുക്കരുത്. ഒറ്റ അമ്മ അവിടെ എന്നെ നിർത്തിപ്പൊരിച്ചളയും. ശരി. അയ്യോ, വേറെ ഒന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും വിളിക്കണ്ട. വിളിക്കാം, ഇത് നോക്കാം, അപ്പോൾ അറിയാമല്ലോ. ശരി. ഓക്കെ ശരി. ഓ എനിക്ക് തോന്നുന്നു. പിന്നെ ആരാ ഫോണില്? നമ്മളൊരു ഫ്രണ്ട്. ഫ്രണ്ടാ? അയ്യോ, ഇത് കഴിക്കാനേ ഭയങ്കര പാടാ. അച്ഛൻ വരുന്നുണ്ടോ നോക്കടി. വിളിക്കും. ആ ഹലോ സിദ്ധുളിയ, ഞാൻ കേശുവാ. ഓ അല്ലെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ സുഖമായിട്ടിരിക്കണ്. അല്ല, ലച്ചേച്ചി വിളിച്ചായിരുന്നാ? അയ്യോ, എന്തുറ്റി? ആഹാ, അതല്ലെങ്കിലും ചേച്ചി ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ ഒരു കാര്യമില്ല അടി ഉണ്ടാക്കുമെന്ന്. ഓ, വെറും ഷോ. പിന്നെ അളയും ചെറുതായിട്ടൊന്ന് കടിപ്പിച്ചാൽ മതി. ഓ, ഇങ്ങോട്ട് വിളിക്കണ്ട.
ചേച്ചി വിളിക്കണ്ട ഒന്ന് കടുപ്പിച്ചാൽ മതി, ചേച്ചിനെ മുട്ടിടിക്കും. ഓ പിന്നെ ഞാൻ ഈ കാര്യം വിളിച്ച് പറഞ്ഞെന്നുള്ള കാര്യമേ ചേച്ചി പറഞ്ഞോളല്ലേ, എന്നെ കൊന്നളായി. അച്ഛൻ വിളിച്ചായിരുന്നോ? ആ ശരിയപ്പോ. ശരി ശരി ശരി. പറയല്ലേ ചേച്ചി പറയല്ലേ. ശരി. കാര്യം എന്താ? കാര്യമോ പറയാം.